വഖുൽ അമലൂ ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽമുഅ്മിനൂൻ. അധ്വാനിക്കണേ എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്വാനശീലമുള്ളവരായി മാറുന്നത്. അത്താജിറുസ് സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. ഇമാം അബൂ ഈസ തിർമിദി തങ്ങൾ ഉദ്ധരിക്കുന്ന സുനനിൽ അത്താജിറുസ് സദൂഖു, സത്യം പറയുന്ന കച്ചവടക്കാരൻ, മഅൻ നബിയ്യീൻ, പ്രവാചകന്മാരുടെ കൂടെയാണ്, വസ്സുദ്ദീഖീൻ, സുദ്ദീഖീങ്ങളുടെ കൂടെയാണ്, വശുഹദാ, രക്തസാക്ഷികളായ ഇസ്ലാമിന്റെ ചോര ചിന്തി മരിച്ചവരുടെ കൂടെ. നമ്മുടെ നാടുകളിൽ സത്യസന്ധമായ കച്ചവടം ചെയ്യുന്നവരും അംബിയാഇന്റെ സ്ഥാനത്തേക്ക് ശുഹദാഇന്റെയും സുദ്ദീഖീങ്ങളുടെയും സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ആ ഒരു സുഹബത്ത് കിട്ടാൻ സത്യസന്ധരായ കച്ചവടക്കാർക്ക് കഴിയുമെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്വാദിഖുൽ അമീൻ, അതിന്റെ കണ്ടീഷൻ നബി തങ്ങൾ പറഞ്ഞു. അസ്സദൂഖുൽ അമീൻ, സത്യസന്ധനാവണം. ട്രൂത്ത്ഫുൾ. അൽ അമീൻ, ട്രസ്റ്റ്വർത്തി. വഞ്ചന ചെയ്യരുത്, വഞ്ചിക്കരുത്. ഓരോരുത്തർക്കും ജ്വല്ലറി നടത്തുന്ന ജ്വല്ലറിയിൽ എന്ത് ചെയ്യണം? സത്യസന്ധമായ ബിസിനസ് ചെയ്യണം. പലചരക്ക് കച്ചവടം ചെയ്യുന്നവര് അങ്ങനെ അത് സത്യസന്ധമായിട്ട് കൊടുക്കണം. ഏത് ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ സത്യസന്ധമായിട്ട് ചെയ്യാൻ. അങ്ങനത്തെവർ അവർക്കേ ഉള്ളൂ കേട്ടോ. അത് വളരെ കുറച്ചാൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത് പൊളിഞ്ഞത് നമ്മുടെ കണ്ണിയത്ത് ഉസ്താദ് അവറുകളൊക്കെ, സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനവറുകൾ. അള്ളാഹുയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ടിംബറിന്റെ ഫർണിച്ചറിന്റെ ജോലി ചെയ്തല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെയും സുഫിയാൻ സൗരി തങ്ങളുടെയും ഇബ്രാഹിം അദ്ഹം തങ്ങളുടെയും ആ മാതൃകയാണ് ആ മഹാൻ കാണിച്ചത്. അധ്വാനിക്കാൻ സത്യസന്ധമായി, ഒന്നും തന്റെ കസ്റ്റമേഴ്സിനോട് മറച്ചു വെക്കാതെയുള്ള കച്ചവടം, വഞ്ചനയില്ലാത്ത കച്ചവടം, അതിന്റെ ഫോൾട്ടുകളും ഡിഫക്റ്റുകളും ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്ന കച്ചവടം. അത്തരം കച്ചവടക്കാർ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ്. അംബിയാഇന് ആകാശലോകത്ത് നിന്ന് അള്ളാഹു വഹി കൊടുത്തിരുന്ന അംബിയാക്കന്മാരില്ലേ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഇബാദത്തിൽ മുഴുകിക്കഴിഞ്ഞ സുദ്ദീഖീങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ടി രക്തക്കളത്തിലേക്ക് ചോരക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുത്തു പോകുന്ന ശുഹദാ. അവരൊക്കെ പോകുന്നിടത്തേക്ക് ഈ സത്യസന്ധന്മാരായ കച്ചവടക്കാര് പോകുമെന്ന് മുത്തുനബി പറയണമെങ്കിൽ അത് അത്രക്ക് പ്രയാസമുള്ളൊരു സംഗതിയാണ്. കച്ചവടക്കാർക്ക് ഇങ്ങനെ ഒരു ഉപദേശം നബി തങ്ങളുടേത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ദുന്യാവിൽ ഇച്ചിരി നഷ്ടം വന്നാൽ എന്തേ, അംബിയാഇന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടാവും. അള്ളാഹു ആ രീതിയിൽ കച്ചവടം ചെയ്യാൻ നമ്മുടെ കച്ചവടക്കാർക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വളരെ ദാരിദ്ര്യത്തോടുകൂടെ ജീവിച്ച മഹാനാണ്. ചില സന്ദർഭത്തിൽ ദാരിദ്ര്യം വളരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ വാപ്പ ചെറുപ്പത്തിലെ മരിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലെ അധ്വാനിക്കാൻ പുറപ്പെട്ട മഹാനാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഹംബലി മദ്ഹബിന്റെ ഇമാം, 7 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കി എന്ന് പറയുന്ന മഹാൻ. അതല്ല 10 ലക്ഷം ഹദീസ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ. അൽ മുസ്നദ് രേഖപ്പെടുത്തിയ ഹദീസിന്റെ സമാഹരണം നടത്തിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചിലപ്പോഴൊക്കെ കൃഷിയിടത്തിൽ നിന്ന് അവര് കൊയ്ത് കഴിഞ്ഞു പോയാൽ അവിടെ ചാടി വീഴുന്ന നെൽക്കതിരുകൾ എടുത്ത് ആ കൃഷിക്കാരോട് സമ്മതം ചോദിക്കും. ഞാൻ ഇതെടുത്ത് വിറ്റോട്ടെ എന്ന് അവർ സമ്മതം കൊടുക്കും. ഓരോരോ കതിരുകൾ അവിടുന്നും ഇവിടുന്നും പൊക്കിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് ജീവിച്ചിരുന്നു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ചില സമയത്ത് പോർട്ടർമാരുടെ ജോലിയും ചെയ്തിട്ടുണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. നോക്കുകൂലിയല്ലേ പുറത്തെടുത്തിട്ടുള്ള ജോലി. ഇന്നിപ്പോ അങ്ങനെയാണല്ലേ, വേറെ ആള് ചെയ്താലും ഓല് ചെയ്യേണ്ട പണി ചെയ്താൽ നമ്മൾ അധ്വാനിച്ചാലും കൂലി ഓല് കൊടുക്കണം എന്നാണ്. എന്തോ ഒരു മടിയന്മാരുടെ സിദ്ധാന്തം. യാ അല്ലാഹ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വന്തം പുറത്ത് തോളിൽ ചരക്കുകൾ വെച്ചിട്ട് ചുമട്ട് തൊഴിലാളിയുടെ ജോലി ചെയ്തിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ചുമട്ട് തൊഴിലാളിയുടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ അഭിമാനിക്കാം. ഇത് 4 പ്രഗത്ഭമായ മദ്ഹബിലെ ഒരു മദ്ഹബ്, ഹംബലി മദ്ഹബിന്റെ ഇമാം. 7 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമുണ്ടായിരുന്ന പരിശുദ്ധരായ ഒരു ഇമാം ചെയ്തിരുന്ന ജോലിയാണിത്. എന്തിന് അഭിമാനം നഷ്ടപ്പെടുത്തണം? അഭിമാനമുള്ള വിഷയമാണിത്. ഇത് അഭിമാനിക്കേണ്ട വിഷയമാണ്.
അവരൊക്കെ ചെയ്ത ജോലിയാ ഞാൻ ചെയ്യുന്നത്. എന്ത് കുറവാതിലുള്ളത്? ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിട്ട് പോലും ജനങ്ങളോട് കൈനീട്ടി പിരിവ് നടത്തുന്നതിനേക്കാളും നല്ലത് താൻ അധ്വാനിക്കുന്നതാണെന്ന് ചിന്തിച്ച മഹാനുഭാവൻ. ഈ ഇഫ്ഫത്ത് എല്ലാവർക്കും വേണം. സാധാരണക്കാർക്കും ഉസ്താദുമാർക്കും മുഅല്ലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും എല്ലാവർക്കും ആവശ്യമാണ് ഈ സ്വഭാവം. നമ്മൾ ജനങ്ങൾക്ക് ഭാരമാവാതിരിക്കുക, ആരോടും പോയി കൈനീട്ടിയിട്ട് ചോദിക്കേണ്ട അവസ്ഥ വരാതിരിക്കുക, നമ്മളായിട്ട് അധ്വാനിക്കുക. അങ്ങനെ ഒരു മനുഷ്യന്റെ മൻകാന ഹമ്മുഹു ദുനിയാ, ഒരു നേരം വെളുക്കുന്ന ദിവസം ഒരു മനുഷ്യന്റെ ആകെയുള്ള ചിന്ത പൈസയുണ്ടാക്കണം, പൈസ വേണം, പൈസ വേണം. അങ്ങനെയാണെങ്കിൽ ഒരാൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോ എത്ര കാശ് കയ്യിൽ വരും, ഇതാണ് ചിന്തയെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, ആ മനുഷ്യന്റെ ദാരിദ്ര്യം കൺമുമ്പിൽ നിന്ന് അല്ലാഹു എടുത്തു കളയുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൺമുമ്പിൽ നിന്ന് അല്ലാഹു എടുത്തു കളയൂല. ആകെ പൈസയാണ്, അവന്റെ ആവശ്യം തീരൂല. അതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞ ആവശ്യം തീരാതിരിക്കുക. പോവർട്ടി മീൻസ് നീഡ്സ്. ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ദാരിദ്ര്യം എന്ന് പറയാ. ആവശ്യം കൺമുമ്പിൽ നിന്ന് തീരൂല. ഒരു മനുഷ്യന്റെ ആകെ ലക്ഷ്യം പൈസയാണെങ്കിൽ. ഒരു മനുഷ്യന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. പ്രബോധനം ചെയ്യുന്നവര്, ദഅവത്ത് ചെയ്യുന്നവര്, വഅദ് പറയുന്നവര്, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്നവർ, ഇവിടെയൊക്കെ ലക്ഷ്യം ആഖിറമാവണം. അത് വരാൻ വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ നിയ്യത്തുകളെ ഖബൂൽ ചെയ്യട്ടെ. പൈസ ഉണ്ടാക്കാനല്ല, വഅദ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാക്കാനല്ല, അതൊന്നുമല്ല ലക്ഷ്യം. അള്ളാഹുവിന് വേണ്ടി ദഅവത്ത് ചെയ്യാം. ബാക്കി വിഷയം അലല്ലാഹ്, അള്ളാഹുലേക്ക് വിടുക. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടി ദഅവത്ത് ചെയ്യലാണ്. ആ രീതിയിലായി മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും ടെൻഷൻ അള്ളാഹു പരിഹരിച്ചു കൊടുക്കും. വേണ്ട എന്ന് വെച്ചാലും പൈസ വന്നുകൊണ്ടിരിക്കും. വേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ദുനിയ വന്നുകൊണ്ടിരിക്കും. എപ്പോ? ലക്ഷ്യം ആഖിറമാണ്. അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം. കച്ചവടത്തിലും അള്ളാഹിന്റെ പൊരുത്തം വേണം, ജോലിയിൽ അള്ളാഹുവിന്റെ പൊരുത്തം വേണം, വീട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് വേണം, കൃഷിയിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് വേണം, ഫാക്ടറിയിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് വേണം, നമ്മുടെ ജോലി സ്ഥലത്ത് അള്ളാഹിന്റെ ബറക്കത്ത് വേണം, ഓഫീസിൽ അള്ളാഹു ബറക്കത്ത് തരണം. ഇതാണ് ലക്ഷ്യമെങ്കിൽ അള്ളാഹു തആല നിങ്ങളുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ നിയ്യത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതാണ് അത്ഭുതം. അത് പരീക്ഷിച്ച് നോക്കി. അങ്ങനെ വേദം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് പരീക്ഷിച്ച് നോക്കണം. ജീവിതത്തിൽ അങ്ങനെ നിയ്യത്ത് വെച്ച് ഇറങ്ങി എന്നിട്ട് നിങ്ങൾ പറഞ്ഞുതരും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ. മുമ്പ് ലക്ഷ്യം പൈസ ഉണ്ടാക്കൽ എന്നതൊക്കെ നിർത്തി അള്ളാഹിന്റെ പൊരുത്തമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹു ഇങ്ങനെ പരിഹരിച്ചു തരും. അത് വലിയൊരു അത്ഭുതമാണ്. അത് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് നിങ്ങൾ അനുഭവിക്കുക വേണം. അത് അനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് അത് മനസ്സിലാവും. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.